നോക്കൂ, സംസ്ഥാന നിയമസഭയിൽ പരോളാണ് വിഷയമെങ്കിൽ ലോക്സഭയിൽ പുസ്തകമായിരുന്നു ഇന്നത്തെ ആയുധം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭകൾ പ്രക്ഷുബ്ധമാകുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആദ്യം ഡൽഹിയിലേക്ക് പോകാം. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതിനിടെ ഇന്ത്യൻ ആർമി മുൻ ജനറൽ മനോജ് മുകുന്ദ് നരവനെയുടെ പുസ്തകം രാഹുൽ ഗാന്ധി പരാമർശിച്ചതോടെ കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം പ്രതിരോധവുമായി എത്തി. പ്രതിപക്ഷ എംപിമാർ രാഹുലിന് പിന്തുണയുമായി അണിനിരന്നതോടെ പ്രക്ഷുബ്ധമായി ലോക്സഭ. ഇന്ന് നോക്കാം പുസ്തകത്തിലെ പോര്. ഇന്ത്യയുടെ ലഡാക്കിലെ ഭൂമി അത് ചൈന കയ്യേറിയെന്നും ജനറൽ നരവനെയുടെ പുസ്തകത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും പരാമർശമുണ്ടെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്ക്. स्पीकर सर, ये गारंटीड ऑथेंटिक है. इसमें नारावाने जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है. इसमें सब लिखा है और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नारावाने जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला है. പുസ്തകത്തെ BJP ഭയക്കുന്നത് കൊണ്ട് പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പുറത്തിറങ്ങാത്ത പുസ്തകത്തെ പരാമർശിച്ച് രാഹുൽ കള്ളം പറയുന്നുവെന്ന് രാജ്നാഥ് സിംഗും തിരിച്ചടിച്ചു. जिस पुस्तक की बात कर रहे हैं वह पुस्तक आज तक कभी प्रकाशित हुई ही नहीं है, जिसका वह उल्लेख कर रहे हैं. मैं कहता हूं രാഹുൽ ഗാന്ധി ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്നാഥ് സിംഗിന് പിന്തുണയുമായി എത്തി. तो वो प्रकाशित हुई या नहीं हुई वो स्पष्ट करें. नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्ट करे. मैगजीन तो कुछ भी लिख सकता है. കിരൺ റിജിജുവും രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. മന്ത്രിമാർക്കൊപ്പം സ്പീക്കർ ഓം ബിർളയും പ്രതിപക്ഷ നേതാവിനെതിരെ നിലപാടെടുത്തു. പുസ്തകം പരാമർശിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഓം ബിർള പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ സഭ 2 വട്ടമാണ് നിർത്തിവച്ചത്. राष्ट्रपति बोले were within a few hundred meters of our positions on the Kailash range. माइक का कंट्रोल. സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും ആരോപണത്തിൽ നിന്നും പിന്മാറാതെ ദേശീയ സുരക്ഷ പരമപ്രധാനമാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. स्पीकर सर नहीं बोलूं. सभा की कार्रवाई कल मंगलवार दिनांक 3 फरवरी 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है. അങ്ങനെ സഭ ഇന്ന് പ്രക്ഷുബ്ധമായി പിന്നീട് പിരിയുകയും ചെയ്തു. ഇനി കൂടുതൽ കാര്യങ്ങൾ ലിജോ വർഗീസ് പറഞ്ഞുതരും. ലിജോ, ഗുഡ് ഈവനിംഗ്. 1 മണിക്കൂറിലധികമാണ് ഇന്ന് ലോക്സഭ നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. നന്ദിപ്രമേയ ചർച്ചകൾക്കിടെ ഒരു ഓർമ്മക്കുറിപ്പ് രാഹുൽ ഗാന്ധി വായിക്കാൻ ശ്രമിക്കുന്നു. കരസേനാ മുൻ മേധാവി മനോജ് മുകുന്ദ് നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുറത്തിറങ്ങാത്ത ആത്മകഥയുടെ ചില ഭാഗങ്ങൾ രാഹുൽ വായിക്കാൻ ശ്രമിക്കുന്നു. 2020 ഗാൽവാൻ സംഘടന സമയത്ത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ മേഖലയെ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോൾ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് നിർണായക ഉത്തരവ് നൽകുന്നതിന് പകരം സൈന്യത്തിന് ശരി എന്ന് തോന്നുന്നത് ചെയ്യൂ അങ്ങനെ പറഞ്ഞു. അതാണ് വാദം. അത് തങ്ങളെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയ നരവനെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചു. ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ കാരവാൻ മാഗസീനിൽ പ്രസിദ്ധീകരിച്ചതാണ്. രാജ്യം അത് വലിയ തോതിൽ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി അത് സഭയിൽ എന്തിനുന്നയിച്ചു എന്ന കാര്യം വ്യക്തമാകുന്നില്ല. ഇന്ന് സഭയിൽ നടന്ന കാര്യങ്ങൾ മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്താം ലിജോ? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് ഈ വിഷയം ഉടലെടുക്കുന്നത്.
ഇതിന് തൊട്ടു മുമ്പ്, അതായത് രാഹുൽ ഗാന്ധിക്ക് മുൻപ് സംസാരിച്ച തേജസ്വി സൂര്യ കോൺഗ്രസിലെ നേതാക്കളുടെയും രാജ്യത്തോടുള്ള സ്നേഹത്തെ, അല്ലെങ്കിൽ അവരോടുള്ള രാജ്യസ്നേഹം കോൺഗ്രസിന് ഇല്ല എന്ന തരത്തിൽ പരാമർശം നടത്തി എന്ന് പറയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ വരുന്നത്. രാഹുൽ ഗാന്ധി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിടുന്നത് തന്നെ കാരവാൻ മാഗസിനിലെ MM നരവനെയുടെ, അതായത് 2019 മുതൽ 2022 വരെ കരസേനാ മേധാവിയായിരുന്ന MM നരവനെയുടെ ഈ ഓർമ്മക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന കാരവാൻ മാഗസിൻ എടുത്ത് ഉയർത്തിക്കൊണ്ടാണ്. അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ടാണ് സംസാരം തുടങ്ങുന്നത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് അദ്ദേഹം ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ തീരുമാനം എടുക്കാൻ വൈകിയത്, അല്ലെങ്കിൽ അതിൽ രാഷ്ട്രീയമായ തീരുമാനം എടുക്കാതിരുന്നത് സൈന്യത്തെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു അക്കാര്യങ്ങൾ മുമ്പോട്ട് പോയതെന്നുള്ളതാണ്. 2020 ഗാൽവാൻ കുന്നുകളിൽ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ചൈനീസ് സൈന്യവും തമ്മിലുള്ള സംഘർഷം ഉണ്ടാവുകയും ഏതാണ്ട് 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും 40-ലധികം ചൈനീസ് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായത്. എന്നാൽ ആ സംഭവത്തിന് പിന്നിലുള്ള കഥ എന്ന നിലക്കാണ് MM നരവനെയുടെ ഈ ഓർമ്മക്കുറിപ്പും ആ ഓർമ്മക്കുറിപ്പുമായി അതിനോടനുബന്ധിച്ച് വരുന്ന കാരവാൻ മാഗസിനിലെ ഈ ലേഖനവും വരുന്നത്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് അതിനെ തടയാൻ ശ്രമിക്കുന്നതെങ്കിൽ പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കിരൺ റിജിജു അടക്കമുള്ള ഏതാണ്ട് 6 ഡസനിലധികം വരുന്ന മന്ത്രിമാർ ചേർന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തെ തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രതിപക്ഷത്തു നിന്ന് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഉച്ച സമയത്ത് വലിയ തരത്തിൽ പാർലമെന്റ് ലോക്സഭയിൽ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് 3 മണിയിലേക്ക് സഭ നീട്ടിവെക്കുന്നു. അതിനുശേഷം 3 മണിക്ക് സഭ തുടങ്ങുമ്പോഴും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ. വീണ്ടും രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. പിന്നീട് 4 മണിയിലേക്ക് സഭ നീട്ടിവെക്കുന്നു. 4 മണിയായപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ തന്നെ തുടർന്ന് നാളത്തേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഗാൽവാൻ കുന്നുകളിൽ ഉണ്ടായിട്ടുള്ള ആ പ്രദേശത്തുണ്ടായ ഈ സംഘർഷത്തിനിടയിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ ഭൂമിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് MM നരവനെ പ്രതിരോധ മന്ത്രിയോട് വിളിച്ചു ചോദിക്കുകയും ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം സൈന്യത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്തോളൂ എന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ആ ഓർമ്മക്കുറിപ്പിനെ അധികരിച്ചുകൊണ്ട് കാരവാൻ മാഗസിനിൽ പറയുന്നത്, ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങെടുത്ത് എൻ്റെ കയ്യിൽ വെച്ച പോലെ തന്നെ പോലെ രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായി കൈയൊഴിഞ്ഞ് അത് സൈന്യത്തിലേക്ക് കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അത് ഒരു രാഷ്ട്രീയ നേതൃത്വം ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നുവെന്ന് MM നരവനെ പറഞ്ഞു എന്ന് ആണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ ഭരണപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയം, ഇതുവരെ പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിന്റെ പേരിൽ അത് ചർച്ചയാക്കി സഭയിൽ വന്ന് സംസാരിക്കുന്നത് ശരിയല്ല, അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ്. നാളെയും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യത. നാളെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുമെന്ന കാര്യത്തിലും സംശയമില്ല.